എത്ര വലിയ യുദ്ധത്തെയും നേരിടാൻ തന്നെയാണ് ചൈനയുടെ പുറപ്പാട്. ചൈന അവരുടെ തലസ്ഥാനമായ ബെൽജിങ്ങിന് 30 കിലോമീറ്റർ അടുത്തായി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വലിയ സൈനിക കമാൻഡ് സെന്റർ നിർമ്മിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബെൽജിംഗ് മിലിറ്ററി സിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക കമാൻഡ് സെന്റർ പെന്റഗണിനേക്കാൾ 10 മടങ്ങ് വലുതായിരിക്കുമെന്നാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ പെന്റഗണിന് 100 അമേരിക്കൻ ഫുട്ബോൾ ഗ്രൗണ്ടുകളേക്കാൾ വലിപ്പമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് വലിപ്പം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ ബെൽജിംഗ് മിലിറ്ററി സിറ്റിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ പദ്ധതികളാണ് ചൈന ലക്ഷ്യം വെക്കുന്നതെന്ന കാര്യം വ്യക്തമാണ്. ആണവ പ്രതിരോധ യുദ്ധങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു കമാൻഡ് സെന്ററായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിരവധി ഭൂഗർഭ അറകളും തുരങ്കങ്ങളും ഉള്ളതാണ് 1500 ഏക്കറിലധികം വരുന്ന ബെൽജിംഗ് മിലിറ്ററി സിറ്റി എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആണവ ആക്രമണങ്ങളെ വരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഫുൾ പ്രൂഫ് ഫെസിലിറ്റി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ ആണവ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ ഈ സൈനിക താവളത്തിന് സാധിക്കും. ബെൽജിംഗിലെ ഈ സൈനിക സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. 2027 പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ശതാബ്ദിയും ചൈനയുടെ സൈനിക നവീകരണ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2024 മധ്യത്തിൽ തന്നെ ബെൽജിംഗിലെ ഈ സൈനിക സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ടെലിഗ്രാഫ് പറയുന്നത്. ഈ കമാൻഡ് സെന്റർ നിലവിലുള്ള വെസ്റ്റേൺ ഹിൽസ് കെട്ടിടത്തിന് പകരമായി പ്രവർത്തിപ്പിക്കാനും US ബങ്കർ ബസ്റ്റർ യുദ്ധോപകരണങ്ങൾ, ആണവ ആക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ വിപുലമായ സംരക്ഷണം നൽകാനും ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ഹബ്ബായി ബെൽജിംഗ് മിലിറ്ററി സിറ്റി മാറുമെന്നത് ഉറപ്പാണ്. ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആണവ യുദ്ധ പോരാട്ടത്തിൽ നൂതനമായ ഒരു വിദ്യ വികസിപ്പിക്കാനാണ് ചൈന ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ബെൽജിംഗിലെ ഈ കമാൻഡ് സെന്ററിനുള്ളിൽ ഏകദേശം 100ഓളം വരുന്ന ക്രെയിനുകൾ, ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ചിത്രങ്ങൾ എടുക്കാൻ അനുവദിക്കുകയോ ഈ പ്രദേശത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്താൻ അനുവദിക്കുകയോ ചെയ്യില്ല. വലിയ രീതിയിലുള്ള അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2035ഓടെ ബെൽജിയങ്ങിൽ പ്രവർത്തനക്ഷമമായ 1500 ആണവായുധങ്ങൾ ഉണ്ടാകുമെന്നാണ് പെന്റഗൺ കണക്കാക്കുന്നത്. ചൈനയുടെ ദ്രുതഗതിയിലുള്ള ആണവായുധ വിപുലീകരണത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. ബെൽജിംഗിലെ ഈ പുതിയ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ തായ്വാൻ പിടിച്ചടക്കാനും US സൈനിക മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുമെല്ലാം ചൈനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി സെന്റർ ചൈനയിലാകും. ഈ പദ്ധതിയും അതിൻ്റെ വലിപ്പവും ഘടനയുമെല്ലാം ചൈനയുടെ സൈനിക മേഖലയിലെ വലിയ ലക്ഷ്യങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ചൈനയുടെ ഈ പദ്ധതി വലിയ ഭീഷണികൾ ഉയർത്തുന്നതാണ്. സൈനിക മേഖലയിലെ ചൈനയുടെ ഈ നേട്ടം അതിർത്തി രാജ്യമായ ഇന്ത്യയെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് 5 വർഷത്തിലേറെയായി ഇന്ത്യ ചൈന അതിർത്തിയിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സേനയും വേണ്ട തയ്യാറെടുപ്പുകൾ കൈക്കൊള്ളേണ്ട സമയമാണ്.